ഹായ് ഓൾ, എല്ലാവർക്കും ക്രിയേറ്റീവ് എക്സ്പ്ലോഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, വീണ്ടും കേരളത്തിൽ ലോക്ക്ഡൗൺ ആയി. കഴിഞ്ഞ പ്രാവശ്യം ലോക്ക്ഡൗൺ ആയപ്പോൾ KSEBന്ന് എല്ലാവർക്കും വന്ന ഒരു കറണ്ട് ബില്ല് ഇപ്പോഴും എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു സിറ്റുവേഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. എല്ലാവർക്കും വർക്ക് ഫ്രം ഹോം ആയി, എല്ലാവരും വീട്ടിലിരിക്കുന്നുണ്ട്. AC മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായും കറണ്ട് ബില്ല് കൂടും. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ലൂം സോളാറിൻ്റെ ഷാർക്ക് 450 വാട്ട്സിൻ്റെ ഒരു ഓഫ് ഗ്രിഡ് സോളാർ പാനലാണ്. ഓൺ ഗ്രിഡ് സോളാർ പാനലിനെ കുറിച്ചാണ്. ഓഫ് ഗ്രിഡ് സോളാർ പാനൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ ഇൻവേർട്ടറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഇൻവേർട്ടർ ഇല്ലാത്തൊരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ, സിറ്റി ഏരിയയിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഇൻവേർട്ടർ ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഒരു ഇൻവേർട്ടറൊക്കെ സെറ്റ് ചെയ്യുക, ബാറ്ററി മേടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വളരെ പാടുള്ള കാര്യമാണ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഓൺലൈൻ ആ സെയിലെല്ലാം നടക്കുന്നുണ്ട്, അതുകൊണ്ട് കൊറിയർ വഴി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ ഇൻവേർട്ടർസിൻ്റെയൊക്കെ ഒരു സ്റ്റൈലൊക്കെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന് മുന്നേ എല്ലാവരും ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഇൻവേർട്ടറിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് പതുക്കെ മാറി ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പഴയ ഇൻവേർട്ടറിലേക്ക് പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി മാറ്റിയിട്ട് ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയോ കയറ്റാൻ പറ്റുന്നില്ല. കാരണം അതിനുള്ളൊരു കൺവേർട്ടേഴ്സും കാര്യങ്ങളും ചാർജ് കൺട്രോളേഴ്സൊന്നും അധികം അങ്ങനെ മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്കതൊരു മാറ്റം പറ്റത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇൻവേർട്ടർ വെക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ച് നാളുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇൻവേർട്ടേഴ്സ്, ഇപ്പോൾ തന്നെ ലൂം സോളാറിൽ നമുക്ക് ലിഥിയം അയൺ ബാറ്ററി വരുന്ന ഇൻവേർട്ടേഴ്സ് കിട്ടാറുണ്ട്. പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ കുറച്ച് നാളുകൂടെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള തന്നെ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററീസ് വരുന്നത്. അതാകുമ്പോൾ ബാറ്ററിക്ക് ലൈഫ് ടൈം കൂടുതലായിരിക്കും നമ്മുടെ സാധാരണ ലെഡ് ആസിഡ് ബാറ്ററിയെ അപേക്ഷിച്ച്. അങ്ങനത്തെ ബാറ്ററീസ് വരുന്ന ഇൻവേർട്ടേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഓൺ ഗ്രിഡ് സോളാർ പാനലാണ്. ഓൺ ഗ്രിഡ് സോളാർ പാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൽ ബാറ്ററിയോ നമ്മുടെ നോർമൽ ഇൻവേർട്ടറോ ഒന്നും വരത്തില്ല. പാനലിൻ്റെ പുറകു ഭാഗത്തായിട്ട് തന്നെയാണ് അതിൽ ഒരു മൈക്രോ ഇൻവേർട്ടർ അറ്റാച്ചായി വരുന്നത്. അതും നമ്മൾ ഇപ്പോൾ കുറച്ച് നാൾ മുന്നത്തെ ഒരു ലൂം സോളാറിൻ്റെ സൈറ്റൊക്കെ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു 360 വാട്ട്സിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു പാനലാണ് 28,000 രൂപയ്ക്ക് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് ഷാർക്കിൻ്റെ 450 വോൾട്ടിൻ്റെ ഒരു പുതിയ പാനൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് 450 അല്ല 440 അത്രയും വാട്ട്സ് ആണെങ്കിലും ഇതിൻ്റെ ഒരു പ്രൈസ് ആ സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് അവരിപ്പോഴും സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ലൂം സോളാറിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ പാനലോ എന്തെങ്കിലും സാധനം മേടിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ആദ്യം കൃത്യമായിട്ട് ലോഗിൻ ചെയ്യുക, നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള സാധനം കാർഡിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സിംപിളി നിങ്ങളുടെ ഫോൺ നമ്പർ അതിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. സിംപിളി നിങ്ങളങ്ങ് എക്സിറ്റ് ചെയ്യുക. എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനകത്ത് തന്നെ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് എന്തുകൊണ്ട് സർവ അടിക്കാത്തത്, അപ്പോൾ നിങ്ങളിപ്പോൾ താല്പര്യമില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും അങ്ങ് പറഞ്ഞേക്കുമ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഓഫേഴ്സ് തരും. 2,000 1,000 500 മിനിമം 500 ഒരു ഓഫർ തരും. സാധാരണ നമുക്ക് ചോദിച്ച് മേടിക്കാൻ നല്ല ഓഫേഴ്സ് അവർ തരും. ഒരു കൂപ്പൺ കോഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഓഫേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഓൺ ഗ്രിഡ് സോളാർ പാനലിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഈ പാനൽ നമ്മൾ ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കേജിൻ്റെ അകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ സോളാർ പാനൽ, അതിൻ്റെ 2 കാലുകൾ വരുന്ന അതിൻ്റെ സ്റ്റാൻഡ്, പ്ലസ് ഒരു എനർജി മീറ്റർ, അതിൻ്റെ കേബിളുകൾ, എല്ലാ സാധനമായിട്ടാണ് വരുന്നത്. നമ്മളൊരു ഇൻസുലേഷൻ ടാപ്പ് മാത്രം കാശ് കൊടുത്ത് മേടിച്ചാൽ മതി എന്നുള്ളതാണ് ഒരു സിമ്പിൾ ഇൻസ്റ്റാളേഷൻ്റെ. അപ്പോൾ നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വൃത്തിയായിട്ട് ചെയ്യാനുള്ള പൈപ്പുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടാൻ കുറച്ച് പാടുണ്ട്. അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ടൊരു ടെമ്പററി സെറ്റപ്പിലാണ് ഇന്നത്തെ സോളാർ പാനലിൻ്റെ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം വളരെ നല്ലൊരു പാക്കറ്റിൽ തന്നെയാണ് ഈ ഷാർക്ക് 440 പാനൽ വന്നിരിക്കുന്നത്. വേറൊരു പാക്കറ്റിലായിട്ട് നമ്മുടെ അക്സസറീസും വന്നിട്ടുണ്ട്. ഒരു എൻഫേസിൻ്റെ IP67 വാട്ടർ പ്രൂഫ് റേറ്റിംഗ് ഉള്ള ഒരു മൈക്രോ ഇൻവേർട്ടർ നമുക്കിവിടെ കാണാം. ഇതിൽ DC ഔട്ട്പുട്ടിൻ്റെ ഭാഗത്തായിട്ട് പ്ലസും നെഗറ്റീവും കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. AC ഔട്ട്പുട്ടിൻ്റെത് താഴെ ഭാഗത്തായിട്ട് കാണാം. ഒരു LED ഇൻഡിക്കേറ്ററും തന്നിട്ടുണ്ട്. LED ഇൻഡിക്കേറ്ററിൽ ഗ്രീനോ ഓറഞ്ചോ ആണെങ്കിൽ പ്രോപ്പറായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, AC ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഫ്ലാഷിംഗ് റെഡ് ആണെങ്കിൽ നമ്മുടെ ഗ്രിഡ് പവർ അവൈലബിൾ അല്ലെന്നും, റെഡ് കത്തി നിൽക്കുവാണെങ്കിൽ സോളാർ പാനൽ ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ലെന്നാണ് അർത്ഥം. പിന്നെ ഒരു എനർജി മീറ്ററും നമ്മുടെ മറ്റ് MC4 കണക്ടേഴ്സ് എല്ലാം തന്നിട്ടുണ്ട്. DC കണക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പൊളാരിറ്റി മാറിപ്പോകാത്ത രീതിക്കുള്ളൊരു DC കണക്ടർ തന്നെയാണ് തന്നിരിക്കുന്നത്. നമ്മുടെ അബദ്ധം കൊണ്ട് മാറിപ്പോകത്തില്ല. AC കണക്ടറിൽ അങ്ങനെയൊന്നുമില്ല. 2 കേബിൾ ഔട്ട്പുട്ടാണ് വരുന്നത്. അതിൽ ഒരു കേബിൾ നമുക്ക് ഇനി ഒരു അഡീഷണൽ സോളാർ പാനൽ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാനായിട്ടും, അതായത് ഇതേപോലത്തെ തന്നെ AC സോളാർ പാനലുണ്ടെങ്കിൽ കണക്ട് ചെയ്യാനായിട്ടുമാണ്. പിന്നെ മറ്റുള്ള
നെട്ടും ബോൾട്ടും എല്ലാം വരുന്നുണ്ട്, വയർ വരുന്നുണ്ട്. ഒരു 10-11 മീറ്റർ ഞാൻ അളന്ന് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. 42 വാട്ട്സ് ആണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് പാനലിൻ്റെത് പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വലിയ പാനൽ തന്നെയാണ് ഇത് വരുന്നത്. ഇത് നോർമലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ 2 കാലുകളും ഇപ്പോൾ കാണുന്നത് പോലെ നമുക്ക് ടെറസിൻ്റെ ഭാഗത്ത് ഉറപ്പിച്ച് നമുക്ക് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ കാലിൻ്റെ ഉപയോഗമില്ല. കാലും ഈ പാക്കേജിൻ്റെ കൂടെ വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാതെ ഷീറ്റിൻ്റെ മണ്ടയിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാലിൻ്റെ, അതായത് അതിൻ്റെ ഒരു സ്റ്റാൻഡിൻ്റെ കൂടെ തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു മൈക്രോ ഇൻവെർട്ടർ കണക്ട് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്കിവിടെ കാണാം ഈ MC4 കണക്ടറിൻ്റെ ഈ കണക്ടർ DC-യുടേത് നമുക്ക് തെറ്റിയാലും മാറിപ്പോകാത്ത രീതിക്കും AC എങ്ങനെ വേണോ കണക്ട് ചെയ്യാം എന്നുള്ള രീതിക്കുമാണ് വരുന്നത്. എങ്ങനെയാണ് കമ്പനി അങ്ങനെ DC മാറിപ്പോകാത്ത രീതിക്കാണ് തന്നിരിക്കുന്നതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം, ഒരിക്കലും പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റി നമ്മൾ ഈ കണക്ടർ, അതായത് DC കണക്ടർ സോളാർ പാനലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യരുത്. പിന്നെ ഈ 440 വാട്ടിൻ്റെ ഒരു പാനൽ പുതിയതായതുകൊണ്ട് തന്നെ ഇവർ മുന്നേ ഇറക്കിക്കൊണ്ടിരുന്നത് പോലത്തെ കണക്ടേഴ്സാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു ലെങ്ത്ത് കിട്ടുന്നില്ല. മൈക്രോ ഇൻവെർട്ടർ നമുക്ക് ആ സ്റ്റാൻഡിൽ തന്നെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. അതുകൊണ്ട് ഞാനൊരു അലുമിനിയം പീസ് വെച്ച് ഫിറ്റ് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മുടെ മൈക്രോ ഇൻവെർട്ടർ കണക്ട് ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ AC ഔട്ട്പുട്ടിൻ്റെ ഒരു കേബിൾ ഞാൻ ടാപ്പ് ചെയ്ത് ക്ലോസ് ചെയ്തു, ഒരു കേബിൾ താഴോട്ട് വീട്ടിലേക്ക് വലിച്ചു. എന്നിട്ട് അത് നേരെ നമ്മുടെ ഈ എനർജി മീറ്ററിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് ന്യൂട്രലും ഫേസുമായിട്ട് കണക്ട് ചെയ്തു. ഔട്ട്പുട്ട് നേരെ അതായത് അതിൻ്റെ താഴെ ഭാഗത്തു നിന്ന് ഔട്ട്പുട്ട് എടുത്ത് വീട്ടിലെ ഒരു പവർ പ്ലഗിലേക്ക് കണക്ട് ചെയ്തു. പവർ പ്ലഗിലേക്ക് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എനർജി മീറ്ററിൽ റീഡിങ്സ് വരുന്നത് കാണാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അതായത് ഒരു മിനിറ്റോളം എടുക്കും പാനൽ കറണ്ട് ജനറേറ്റ് ചെയ്യാൻ. എത്രത്തോളം ജനറേറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മീറ്ററിൽ അറിയാൻ പറ്റും. മഴക്കാലമാണ്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വെയിൽ കുറവുണ്ട്. അപ്പം നമ്മുടെ സോളാർ പാനലിൻ്റെ പ്രൊഡക്ഷനും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഷോപ്പ് കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണ്. ഇവിടെ 6000 8000 ഒക്കെയാണ് ഒരു കറണ്ട് ബില്ല് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മുടെ ഒരു ലോക്ക്ഡൗൺ സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറണ്ട് ബില്ല് എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ടോ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് വളരെ സിമ്പിളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾ തന്നെ പഴയ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഓൾറെഡി വന്നിട്ടുണ്ട്. 360 വാട്ട്സ് പാനലിൻ്റെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം നന്നായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാര്യം കൃത്യമായിട്ട് കറണ്ട് ബില്ല് കുറയുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഇത് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പാനലാണെന്നാണ് ലൂം സോളാർ പറയുന്നത്. അപ്പോൾ ഈ പാനലിൽ നിന്ന് നമ്മുടെ കറണ്ട് ബില്ല് എത്രത്തോളം കുറയുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നത്തെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. Bye.